ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഡാൻഡ്രഫ് ഹെയർ ഫാൾ മാറ്റിയെടുക്കാൻ അതുപോലെ നമ്മുടെ ഹെയർ സിൽക്കി ആൻഡ് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാത്തിനും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പാക്കാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഏകദേശം ഇത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വേണ്ട സാധനം എന്ന് പറയുന്നത് നമ്മുടെ ചെമ്പരത്തിയാണ്. ചെമ്പരത്തീൻ്റെ പൂവ് എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മളതിൻ്റെ ഇല യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അത്യാവശ്യം നമ്മുടെ ഹെയർ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പം ഒരു ദിവസമൊക്കെ വാടിയ പൂവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് റെഡ് ചെമ്പരത്തിയാണ്, അതായത് നമ്മുടെ നാടൻ ചെമ്പരത്തിയാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ അത്യാവശ്യം നമ്മൾ പറിച്ചതിന് ശേഷം നമ്മൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്യണം. ഒന്ന് നനഞ്ഞ് വരണം അത്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ നൈസായിട്ട് അത് അരച്ചെടുക്കുകയാണ് ഒന്ന്. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ പറിച്ചതെല്ലാം കൂടെ ഒരു ഒറ്റ റൗണ്ടിൽ നമ്മൾ അരച്ചെടുക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം അരഞ്ഞ് വരുമ്പോൾ അത് വളരെ കുറച്ചായി പോകും. അപ്പോൾ നമ്മൾ മാക്സിമം ഫില്ല് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മളൊന്ന് നൈസായിട്ട് അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ആഡ് ചെയ്യാനുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറുപഴം ഇതുവരെ ആരും ആഡ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടു കാണില്ല. സിൽക്കി ആൻഡ് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നല്ല ഇൻഗ്രീഡിയൻ്റ് ആണ്. ചെറുപഴം നമ്മൾ ഇടുന്നു. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ നെക്സ്റ്റ് ഇടാൻ പോകുന്നത് നമ്മൾ തൈരാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ യോഗട്ട് അവൈലബിൾ ആവണമെങ്കിൽ അത് ഇട്ടാൽ മതി. ഫ്ലേവേർഡ് അല്ല കേട്ടോ, ഫ്ലേവേർഡ് അല്ലാത്ത യോഗട്ട് ഇടാം. പിന്നെ അതിൻ്റെ ഒപ്പം നമ്മൾ കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ ആലുവേറ അവൈലബിൾ ആണെങ്കിൽ ഒരു ലീഫ് ആലുവേറ കൂടെ ഇടണമായിരുന്നു. എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു പേസ്റ്റ് ആവും. പിന്നെ നമ്മൾ ചെയ്യേണ്ട പരിപാടി നമ്മുടെ തലയിലോട്ട് അപ്ലൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നമ്മളെ ഹെയർ മൊത്തം കവറാവുന്ന പോലെ, അതുപോലെ നമ്മുടെ സ്കാൽപ്പിലോട്ട് കൂടെ എത്തുന്ന രീതിക്ക് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യുക. മാക്സിമം നല്ല രീതിക്ക് അപ്ലൈ ചെയ്യുക. മാക്സിമം എല്ലായിടത്തേക്കും എത്തുന്ന രീതിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വൺ ഡയറക്ഷനിലോട്ട് അപ്ലൈ ചെയ്യുകയാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നാറുള്ളത്. ഹെയർ വല്ലാതെ ഡാമേജ് ആവില്ല. അതിനുശേഷം നമ്മൾ കെട്ടിക്കൊടുക്കാനാണെങ്കിൽ കെട്ടിക്കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ വെക്കാം. നമുക്ക് ഡ്രൈ ആവുകയാണ് വേണ്ടത്. ഒരു 10-20 മിനിറ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ ഡ്രൈ ആവേണ്ടതാണ്. ഹെയർ കൂടുന്നതിനനുസരിച്ച് സമയം കൂടുതൽ എടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം അതൊന്ന് ഡ്രൈ ആവാൻ വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഡ്രൈ ആയതിനു ശേഷം നൈസായിട്ട് പോയി നമ്മൾ വാഷ് ചെയ്യുക. വാഷ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷാമ്പു യൂസ് ചെയ്യാം. ഷാമ്പു യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് വാഷ് ചെയ്താലും മതി. അപ്പോൾ അങ്ങനെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുടി ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ സിൽക്കി സ്മൂത്തായിട്ട് നമുക്ക് ഫീൽ ആവും. എൻ്റെ പിന്നെ ഓൾറെഡി വേവി ഹെയർ ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ അത്ര തോന്നത്തില്ലെങ്കിലും ഇപ്പോൾ എൻ്റെ കൈയൊക്കെ ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും കയ്യിലൊന്ന് മുടി കുരുങ്ങാതെ അടിപൊളിയായിട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരിപാടി. പിന്നെ നമ്മൾ മന്ത്ലി ടോയ്സ് അല്ലെങ്കിൽ വീക്ക്ലി വൺസ് എന്നുള്ള രീതിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റം നമുക്ക് ഫീൽ ആവും. നമ്മുടെ ഡാൻഡ്രഫ് കുറയും. പിന്നെ ഡാൻഡ്രഫ് കാരണം വരുന്ന ഹെയർ ഫാളും കുറയും. പിന്നെ അതുപോലെ തന്നെ മുടി കുറച്ചുകൂടെ സിൽക്കി സ്മൂത്ത് ആവുന്നതുകൊണ്ട് തന്നെ പൊട്ടി പോകുന്നതെല്ലാം ഒഴിവാക്കാൻ പറ്റും. നിങ്ങൾ മാക്സിമം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലത്തെ ഹെയർ കെയർ ടിപ്സും കാര്യങ്ങളായിരിക്കും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.